തിരുവനന്തപുരത്ത് നിരാഹാരം തുടരുന്ന ആശാ വർക്കറെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് 8 ദിവസമായി നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന എസ് അനിതകുമാരി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. ഉമേഷ്, ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണോ ഈ ആശയം അങ്ങോട്ട് മാറ്റിയത്? എന്താണ് മറ്റു വിവരങ്ങൾ? അവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് അനിതകുമാരിയുടെ? ഉമേഷ്, അനിതകുമാരിയുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏത് സാഹചര്യത്തിലാണ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്? അനിതകുമാരി കഴിഞ്ഞ 8 ദിവസമായി ഇവിടെ നിരാഹാര സമരത്തിലായിരുന്നു. ഇന്നിപ്പോൾ ആരോഗ്യനില കുറച്ച് മോശമായി. ഈ സാഹചര്യത്തിലാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അല്പം മുൻപാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. മറ്റ് 2 പേർ ഇപ്പോൾ നിരാഹാര സമരം തുടരുന്നുണ്ട്. ഇപ്പോൾ അതിനുശേഷം യോഗം ചേർന്ന് അതായത് മൂന്നാമതൊരാൾ കൂടി അടുത്ത നിരാഹാരം ഉടൻ ആരംഭിക്കും. അത് യോഗം ചേർന്നുടൻ തീരുമാനിക്കുകയും ചെയ്യും. എന്തായാലും ഈ ഒരു സമരം അതായത് തീരുമാനമാകാതെ തുടരുമ്പോഴും ഈ നിരാഹാര സമരം 14ാം ദിവസത്തിൽ അതേ രീതിയിൽ അതേ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഓരോരുത്തർ ഈ ആരോഗ്യനില മോശമാവുന്നതിനനുസരിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയും ആശുപത്രിയിലെത്തി ആശുപത്രിയിൽ ഏതെങ്കിലും രീതിയിൽ അവിടെ നിരാഹാരം തുടരാൻ ഡോക്ടർമാർ അനുവദിക്കുകയാണെങ്കിൽ ആശുപത്രിയിലും തുടരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർമാരുടെ കൂടി മറുപടി ലഭിച്ചതിന് ശേഷം മാത്രമേ ഇനി അതിലൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ചേച്ചിക്കാണ് മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. ചേച്ചിക്ക് ഇന്ന് ഒരു ജപ്തി നോട്ടീസ് വന്നു അല്ലെ? ജപ്തി നോട്ടീസ് വന്നത് അവിടെ ഇരിക്കുന്ന സാർ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരും. എന്താ പറയുന്നത്? എത്ര അടയ്ക്കണം? KSF വന്നത്. ഞാൻ മാറലിനൂറും KSF ലോൺ എടുത്തത് 2.5 ലക്ഷം രൂപ എടുത്ത് കുറേയൊക്കെ അടച്ചത് അത് പലിശയ്ക്ക് അങ്ങ് പോയി. പിന്നെ എനിക്ക് അടയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു. കഴിഞ്ഞ 52 ദിവസം ഇവിടെ ഉണ്ട്. ഞാൻ 52 ദിവസം കൊണ്ട് രാവും പകലും ഇവിടെ ഉണ്ട് സാറ്. അടയ്ക്കാൻ നിവർത്തില്ല. അപ്പോൾ കഴിഞ്ഞ മാസം പേപ്പർ വന്ന് ഞാൻ കൊണ്ട് അവിടെ പോയപ്പോഴത്തേക്ക് ഇത്രയും എമൗണ്ട് അടയ്ക്കണമെന്നും പറഞ്ഞു 3 ലക്ഷത്തി ഇപ്പൊ നിലവിൽ 1,17,584 രൂപ. ഇളവ് 38,000 ഇളവാണ് അതിന്റെ. അപ്പൊ എന്തായാലും ഇത് ഇവരുടെ സാമ്പത്തിക സ്ഥിതി സൂചിപ്പിക്കുന്നതാണ്. കാരണം ഈ സമരത്തിന് വന്നപ്പോൾ എടുത്തതല്ല, നേരത്തെ എടുത്തതാണ്. പക്ഷേ ഇവരുടെ സാമ്പത്തിക സ്ഥിതി ഇതാണ്. ഈ ഒരു വളരെ മോശം സാമ്പത്തിക അവസ്ഥയിലാണ് ഇവർ തുടരുന്നത്. അതേസമയം പ്രതീക്ഷ നൽകുന്ന മറ്റു കുറച്ച് കാര്യങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും ഇവർക്ക് പിന്തുണ കൂടുന്നുണ്ട്. ഇന്ന് ഒരുപാട് കത്തുകളെല്ലാം ഇവർക്ക് വന്നിട്ടുണ്ട് പല മേഖലയിൽ നിന്ന്. ചേച്ചി, കുറച്ച് കത്തുകൾ പല മേഖലയിൽ നിന്നുള്ള കത്തുകൾ ലഭിച്ചു അല്ലെ? അതെ, കത്തുകൾ ഇവിടെ സമരപ്പന്തൽ അഡ്രസ്സിൽ വരികയാണ്. ആളുകളുടെ മറ്റു പ്രയാസങ്ങൾ അഡ്രസ്സ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വരുന്നത്. അവരുടെ തൊഴിൽപരമായ പ്രശ്നങ്ങൾ, അവരുടെ മറ്റ് ജീവിത പ്രയാസങ്ങളൊക്കെയാണ് പറയുന്നത്. നിലവിൽ അല്പം മുൻപാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇവിടെ എത്തി ഐക്യദാർഢ്യം അർപ്പിച്ച് പോയത്. എന്തായാലും സമരം ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഓരോരുത്തരും ഈ അനിശ്ചിതകാല നിരാഹാരം തുടരുന്ന സ്ഥലത്ത് ആരെങ്കിലും ആരോഗ്യാവസ്ഥയിൽ മാറുകയാണെങ്കിൽ, ആരോഗ്യാവസ്ഥ മോശമാവണമെങ്കിൽ പകരം നിരാഹാര സമരത്തിലേക്ക് ആളെത്തുന്നുണ്ട്. ഈ രീതിയിൽ ശക്തമായി തന്നെ സമരം മുന്നോട്ട് പോവുകയാണ്. JK. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നിരാഹാര സമരം തുടരുന്ന ആശമാരിൽ ഒരാൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. 8 ദിവസമായി നിരാഹാരം സമരത്തിൽ അനുഷ്ഠിക്കുന്ന എസ് അനിതകുമാരിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്. നമുക്ക്